സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകം പ്രകാശനം ചെയ്തു. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. പത്രപ്രവർത്തന രംഗത്ത് നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ കരിവള്ളൂരിലെ സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകം നോവലിന്റെ പ്രകാശന കർമ്മം പയ്യന്നൂർ ശ്രീവത്സം മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. KV സുരഭി സ്വാഗതവും TI മധുസൂദനൻ MLA അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ശബ്ദകലാകാരൻ കരിവള്ളൂർ രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. ഇമോജികളിലൂടെ സംസാരിക്കുന്ന വർത്തമാനകാലത്ത് ഭാഷയുടെ തനത് സൗന്ദര്യത്തെ ആവിഷ്കരിച്ച നോവലാണ് സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകം എന്ന് CV ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ നോവൽ നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുജിത്ത് ഒരു പത്രപ്രവർത്തകനാണ്. ഈ പത്രപ്രവർത്തകൻ്റെതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് ആണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാർഷിയ മാർക്വസിൻ്റെ ഒരു പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം ഞാൻ ഇത് വായിക്കുകയുണ്ടായി ഇംഗ്ലീഷിൻ്റെ. കേരള കൗമുദി യൂണിറ്റ് ചീഫ് OC മോഹൻരാജ്, C നാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നോവലിസ്റ്റ് സുജിത് ഭാസ്കർ മറുമൊഴിയും K രാഗേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ.